പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയ ഉടനെ തന്നെ അടിയന്തരമായി വിമാനത്താവളത്തിൽ യോഗം ചേർന്നുവെന്നാണ് അജിത് ഡോവൽ, എസ് ജയശങ്കർ തുടങ്ങിയ ആളുകളും ഈ യോഗത്തിൽ പങ്കെടുത്തുവെന്ന വിനീത ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. വിനീത, പ്രധാനമന്ത്രി ഡൽഹിയിൽ എത്തിയതിനു ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത്? വളരെ തിരക്കിട്ട നടപടികളാണ് നടക്കുന്നത്. കാരണം ഇന്ത്യയെ കടന്നാക്രമിച്ച തീവ്രവാദികൾക്ക് അഭയം നൽകുന്ന പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങളെ വെറുതെ വിടാൻ പാടില്ല എന്ന തീരുമാനം കേന്ദ്ര സർക്കാരിനുണ്ടെന്ന് ഈ ഭീകരാക്രമണം നടന്ന ഉടനെ തന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള ചടുലമായ നീക്കങ്ങൾ നടക്കുകയാണോ? തീർച്ചയായും എസ്കേൻ അങ്ങനെ തന്നെയാണ്. ഒരു നിമിഷം പോലും പാഴാക്കാനില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മുൻനിർത്തി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് സൗദി അറേബ്യയിലേക്ക് പോയിരുന്നത്. പക്ഷെ അദ്ദേഹം ആ സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ന് രാവിലെയോടുകൂടി അല്പസമയത്തിന് മുൻപാണ് ഡൽഹിയിലേക്ക് എത്തിയത്. ഡൽഹിയിൽ എത്തിയതിന് പിന്നാലെ തന്നെ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അടിയന്തരമായ യോഗം ചേർന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കം ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ വിദേശകാര്യമന്ത്രിയും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെയുള്ള സ്ഥിതിഗതികൾ എന്താണ് എന്നുള്ള കാര്യം പ്രധാനമന്ത്രിയുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ വിശദമായിട്ടുള്ളൊരു യോഗം ചേരും. ആ യോഗത്തിലായിരിക്കും തുടർ നടപടികളടക്കം ചർച്ചയാവുക. ഒരുപക്ഷെ പ്രധാനമന്ത്രി ജമ്മു കാശ്മീർ സന്ദർശിക്കാമോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നിലവിലുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരുപക്ഷെ ഈ ഉന്നതതല യോഗത്തിന് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. നിലവിലെ സ്ഥിതിഗതികളടക്കം ഉദ്യോഗസ്ഥരും മറ്റ് ചുമതലയുള്ള മന്ത്രിമാരും ഇപ്പോൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ അമിത്ഷായുമായി പ്രധാനമന്ത്രി ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ജമ്മു കാശ്മീരിലെ നിലവിലെ സ്ഥിതിഗതികളൊക്കെ തന്നെ അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഡൽഹി വിമാനത്താവളത്തിലെത്തിയതിന് പിന്നാലെയാണ് നിലവിലുള്ള അവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നത്. ഇനി ഡൽഹിയിലെത്തി മടങ്ങിയെത്തിയ ശേഷം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചില ഉദ്യോഗസ്ഥരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഉന്നതതല യോഗം കൂടി ഉണ്ടാകും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് അടക്കം പോവുക. എന്താണെങ്കിലും ഈ ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നു എന്നത് കൂടിയാണ് നമുക്ക് ഇപ്പോൾ ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെടുത്തി മുൻനിർത്തി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുതന്നെയാണ്, ഒരു നിമിഷം പോലും പാഴാക്കാനില്ല എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. വിമാനത്താവളത്തിലെത്തിയതിന് തൊട്ട് പിന്നാലെ അവിടെ വെച്ച് തന്നെ യോഗം ചേർന്നിരിക്കുന്നു. വിശദമായിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ മറ്റ് നടപടിക്രമങ്ങൾ കൈക്കൊള്ളുമെന്നാണ് മനസ്സിലാക്കുന്നത്. എസ് വിനീത വിജി, ഇനി നമ്മൾ സെൻട്രൽ ന്യൂസ് ഡെസ്കിലേക്ക് പോകുന്നു. ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ദിലീപ് കുമാർ, ഈ ഭീകരാക്രമണം നടന്നതിന് ശേഷം ഈ ആക്രമണത്തിൻ്റെ സ്വഭാവത്തെ മുഴുവൻ വളരെ ക്ലോസ് ആയി നിരീക്ഷിച്ച ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് ഒരു അനുമാനം? ഇന്നലെ പ്രതിരോധ മന്ത്രി മുൻ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി പറയുന്നുണ്ടായിരുന്നു, പാകിസ്ഥാൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ഒരിക്കലും ഇതൊരു ഭീകരാക്രമണം കാശ്മീർ പോലെയുള്ള ഒരു സുരക്ഷാ കവറിലുള്ള ഒരു സംസ്ഥാനത്ത് അഴിച്ചുവിടാൻ കഴിയില്ല എന്ന്. നമ്മുടെ ഒരു നിരീക്ഷണം എന്താണ് ഇക്കാര്യത്തിൽ? എസ്കേൻ, ഈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്ന കാര്യം നിസ്സംശയം പറയാം. പാകിസ്ഥാൻ നേരത്തെ മുതൽ തന്നെ പല പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് കശ്മീർ സമാധാനത്തിലേക്ക് തിരിച്ചെത്തുന്നു. അവിടെ വിനോദസഞ്ചാര വികസനം വളരെ ദ്രുതഗതിയിൽ നടക്കുന്നു. ഒട്ടേറെ വിനോദസഞ്ചാരികൾ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ജമ്മു കശ്മീരിലേക്ക് എത്തുന്നു. മാത്രമല്ല, നിരവധി വികസന പദ്ധതികളും കേന്ദ്ര സർക്കാർ കശ്മീരിൽ നടപ്പാക്കുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായി ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ ജമ്മു കശ്മീരിൽ നിന്ന് ഏറെക്കുറെ ഇല്ലാതായി, നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അത് നിയന്ത്രിച്ചു, അടിച്ചമർത്തി. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോഴാണ് പാകിസ്ഥാൻ ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങളെ കൂടുതൽ സജീവമാക്കി നിർത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ആക്രമണം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, രാജ്യാന്തര തലത്തിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അതൊക്കെ ഒരുപക്ഷെ ഈ പാകിസ്ഥാന് ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണം നടത്തുന്നതിന്, പെട്ടെന്ന് ആ നിലയിലുള്ള ഒരു ഭീകരാക്രമണം നടത്തുന്നതിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. അത് മാത്രമല്ല, അവർ ആ നിലയിൽ പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കനത്ത തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് അവർ കരുതുന്നുണ്ടാകുമോ എന്നറിയില്ല. കാരണം ഈ ഭീകരാക്രമണത്തിന് നിയോഗിക്കുന്നവരും ഭീകരരുമൊക്കെ അതിൻ്റെ വരുംവരായികൾ എത്രമാത്രം ചിന്തിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും ഇന്ത്യ അതീവ ഗൗരവത്തോടുകൂടി, ഇന്നലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം 2 ദിവസത്തെ സൗദി അറേബ്യൻ സന്ദർശനത്തിലായിരുന്നു. ഇന്ന് രാത്രിയാണ് പ്രധാനമന്ത്രി മടങ്ങിയെത്തേണ്ടിയിരുന്നത്. പക്ഷേ ഈ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ പരിഗണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം സന്ദർശനം വെട്ടിച്ചുരുക്കി. അല്പം മുമ്പ് ഡൽഹിയിൽ മടങ്ങിയെത്തി. വിമാനത്താവളത്തിൽ
ഉന്നതതല യോഗം കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്ന് പ്രാഥമികമായി കാര്യങ്ങൾ വിലയിരുത്തി. ഇനിയിപ്പോൾ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരും. ഈ മന്ത്രിസഭാ യോഗമായിരിക്കും ഇനി തുടർന്ന് സ്വീകരിക്കേണ്ട കാര്യങ്ങളടക്കം, അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ സ്ഥിതിഗതികളിൽ വിലയിരുത്തി എന്ത് നടപടിയാകും തുടർന്ന് സ്വീകരിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുക. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരും. രാജ്യാന്തര തലത്തിൽ തന്നെ ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ ഈ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭീകരതയെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്, ഭീകരതയുടെ വേരറുക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണയുണ്ടാകും എന്ന് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ അറിയിച്ചിട്ടുമുണ്ട്. ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് തന്നെ പാകിസ്ഥാൻ നേരത്തെ മുതൽ തന്നെ, കഴിഞ്ഞ ജനുവരി മുതൽ തന്നെ ഈ നുഴഞ്ഞുകയറ്റം, അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന്, അവരുടെ ചാരസംഘടനയായ ISIയുടെ ഭാഗത്ത് നിന്ന്, പാക് സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ട് എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട അത് നിയന്ത്രിക്കുന്നതിനും അത് തടയുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യ നടത്തി വന്നിരുന്നതാണ്. ഒരുപക്ഷെ ഈ ഭീകരർ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതാകാം. ഈ സംഘത്തിൽ 5 or 6 പേരുണ്ട് എന്നാണ് ഇപ്പോൾ കരുതുന്നത്. സൈഫുള്ള കസൂരി, ലഷ്കർ സ്ഥാപകനായ ഹാഫിസ് സയ്യിദിൻ്റെ അടുത്ത സഹായി കൂടിയാണ് സൈഫുള്ള കസൂരി. ഈ സൈഫുള്ള കസൂരിയുടെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. പാകിസ്ഥാൻ ആഭ്യന്തര പ്രശ്നങ്ങളിലൊക്കെ ഉഴലുകയാണ്. പ്രത്യേകിച്ച് അടുത്ത കാലത്ത് ബലൂചിസ്ഥാൻ മേഖലയിൽ അവിടെ തീവണ്ടി പിടിച്ചെടുത്തുകൊണ്ടുപോയതടക്കമുള്ള, തീവണ്ടി തട്ടിക്കൊണ്ടുപോയതടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ശ്രദ്ധ മാറ്റുക. മറ്റൊന്ന്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിൽ 4 ദിവസത്തെ സന്ദർശനം നടത്തി വരികയാണ്. അദ്ദേഹം ഇന്നലെ ജയ്പൂരിലായിരുന്നു. അതിനിടെയാണ് ഈ ഭീകരാക്രമണം ഉണ്ടായത്. നേരത്തെ 2020 ചിട്ടി സിംഗ് പോര എന്ന് പറയുന്ന സിഖ് താമസിക്കുന്ന ഒരു പ്രദേശത്ത്, ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലുള്ള പ്രദേശമാണ്, അവിടെ ഒരു കൂട്ടക്കുരുതി നടന്നിരുന്നു. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ 2020 ഇന്ത്യ സന്ദർശിക്കുന്നതിനിടെയായിരുന്നു ആ കൂട്ടക്കുരുതി നടന്നത്. ഒരുപക്ഷെ ലോകരാഷ്ട്രങ്ങളിൽ ഈ കൂട്ടക്കുരുതി ഒരു ചർച്ചയാവുക എന്നതായിരിക്കാം എന്നത് ഒരുപക്ഷെ പാകിസ്ഥാനെ ഇത്തരം ഒരു വലിയൊരു ഹത്യ നടത്തുന്നതിന്, ഒരു കൂട്ടക്കുരുതി നടത്തുന്നതിന് അവർ തെരഞ്ഞെടുത്തതിനുള്ള ഒരു കാരണം ഇതായിരിക്കാം. അതായത് കശ്മീരിൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുഴപ്പമുണ്ടാകുന്നു, വിനോദസഞ്ചാരികൾ വരരുത് എന്ന സന്ദേശം നൽകുക, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളായിരിക്കാം പാകിസ്ഥാൻ ഒരുപക്ഷെ കണക്കിലെടുത്തിട്ടുണ്ടാവുക. ഇന്ത്യ പക്ഷേ ഈ സുധീരം തന്നെ നേരത്തെ സ്വീകരിച്ചിട്ടുള്ള ജമ്മു കാശ്മീരിലെ വികസന നടപടികൾ അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ വലിയ തോതിലുള്ള വികസനം നടന്നു വരുന്നതിനിടെയാണ് അവിടുത്തെ ഗ്രാമീണരൊക്കെ, അതായത് നേരത്തെയൊക്കെ ഈ ഭീകര സംഘടനകളെ പേടിച്ചു കഴിഞ്ഞവരാണ് ഈ കശ്മീർ താഴ്വരയിലുള്ള ജനങ്ങളെങ്കിൽ, ഇന്നലെ ഈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ തന്നെ ഈ പരിക്കേറ്റവരെയൊക്കെ കുതിരപ്പുറത്ത്, മറ്റു മാർഗങ്ങളില്ല, ഹെലികോപ്റ്ററൊക്കെ പിന്നീട് വൈകിയാണ് എത്തിയത്. ആ കുതിരപ്പുറത്ത് തന്നെ ഈ പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിക്കുന്നതിനുമൊക്കെ ഗ്രാമീണർ തന്നെയാണ് മുന്നോട്ട് വന്നത്. മാത്രമല്ല, ഇതാദ്യമായി ഈ ഭീകരാക്രമണത്തിനെതിരെ ജമ്മു കശ്മീർ ജനത ഒന്നിച്ച് കൈകോർത്തുകൊണ്ട് ഇന്നവിടെ ബന്ദ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഈ ബന്ദിന് ആഹ്വാനം ചെയ്തവർ അവിടുത്തെ വ്യാപാരികൾ, ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ ഈ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുള്ളവരാണ്. ആദ്യമായി ഹുറിയത്ത് കോൺഫറൻസിൻ്റെ നേതാവ്, ഹുറിയത്ത് കോൺഫറൻസും അതോടൊപ്പം തന്നെ ജമ്മു കശ്മീർ PDPയും ഈ ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ രാജ്യമൊന്നാകെ തന്നെ ഈ ഭീകരാക്രമണത്തിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നു. ലോകം ഒന്നടങ്കം ഇന്ത്യക്ക് ഈ സമയത്ത് പിന്തുണയുമായി രംഗത്ത് വരികയാണ്. SK ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇത്തരം നിരീക്ഷണങ്ങൾ നടത്തിയത് B. ദിലീപ് കുമാറാണ്, നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകനാണ്.